ഹലോ. നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ ഫീഡിൽ ചിലരില്ലേ, എപ്പോഴും കാണും പക്ഷെ മിണ്ടില്ല, ഒരു പോസ്റ്റ് പോലുമില്ല. എന്തായിരിക്കും ഇവരിങ്ങനെ ഒന്നും പങ്കുവെക്കാത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഇന്ന് നമ്മൾ ആ ഓൺലൈൻ നിശബ്ദതയ്ക്ക് പിന്നിലുള്ള സൈക്കോളജിയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. നമ്മളെല്ലാവർക്കും ഉണ്ടാവും അല്ലേ ഇങ്ങനത്തെ ഫ്രണ്ട്സ്. സോഷ്യൽ മീഡിയയിലെ എപ്പോഴും ആക്റ്റീവാണ്, പക്ഷെ ഒരു പോസ്റ്റ് പോലും കാണില്ല. ഇവരില്ലേ ഒരുമാതിരി ഓൺലൈൻ ലോകത്തെ ഗോസ്റ്റ് പോലെയാണ്. അതായത് സാന്നിധ്യമുണ്ട്, പക്ഷെ ഒരനക്കവുമില്ല. അപ്പോ എന്തുകൊണ്ടാണ് ചിലരിങ്ങനെ മാറി നിൽക്കുന്നത്? ഇതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്ന പോലെ നാണമോ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല കേട്ടോ. ഇതിനു പിന്നിൽ കുറച്ചും കൂടി ആഴത്തിലുള്ള ചില സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചിന്തിക്കുക? ഇവർക്ക് ഭയങ്കര നാണമായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല, ജീവിതം ബോറിംഗ് ആയിരിക്കും എന്നൊക്കെ. പക്ഷെ മനഃശാസ്ത്രം പറയുന്നത് നേരെ തിരിച്ചാണ്. യഥാർത്ഥ കാരണം അറിഞ്ഞാല് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. അത് നമ്മുടെ ഈ ധാരണകളെയൊക്കെ പൊളിച്ചെഴുതും. അതെ, ഇത് നാണത്തിന്റെ കാര്യമല്ല. യഥാർത്ഥ കഥ അതിലും എത്രയോ സങ്കീർണവും ഇൻട്രസ്റ്റിംഗുമാണ്. സൈക്കോളജി പറയുന്നത് ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ വളരെ ശക്തമായ ചില കാരണങ്ങളുണ്ടെന്നാണ്. ഈ പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത് വെറുമൊരു ശീലമല്ല, അത് ഒരുപക്ഷെ വളരെ ആഴത്തിലുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരിക്കാം. ഇത് ഒരാളുടെ ആത്മവിശ്വാസം, മാനസികാവസ്ഥ, എന്തിന് ഉയർന്ന ഇമോഷണൽ ഇന്റലിജൻസ് എന്നിവയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ശരി, നമുക്ക് ഈ സ്വഭാവത്തിന് പിന്നിലെ ആദ്യത്തെ സെറ്റ് കാരണങ്ങളിലേക്ക് കടക്കാം. ഇതിനെ നമുക്ക് അവരുടെ ആ ഒരു സുരക്ഷിതമായ ആന്തരിക ലോകത്തിന്റെ അടിത്തറ എന്ന് തന്നെ പറയാം. അവരുടെ ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ പ്രധാനമായി 3 തൂണുകളുണ്ട്. 1, അവർ സ്വകാര്യതയ്ക്ക് ഒരുപാട് വില കൊടുക്കുന്നവരാണ്. 2, അവർക്ക് അവരെപ്പറ്റി നല്ല വ്യക്തമായൊരു ധാരണയുണ്ട്. പിന്നെ 3, അവർക്ക് മറ്റുള്ളവരുടെ ലൈക്കിനും കമന്റിനും വേണ്ടി കാത്തു നിൽക്കാത്ത ഒരുതരം ആത്മാഭിമാനമുണ്ട്. ശരി, നമുക്കിതിൽ ഓരോന്നും എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിനെ ആളുകളിൽ നിന്ന് ഒളിച്ചോടുന്നതായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇതിന്റെ യഥാർത്ഥ അർത്ഥം അവർ അവരുടെ മാനസികാരോഗ്യത്തിനു ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കുന്നു എന്നാണ്. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒന്നും അവരുടെ മനസ്സമാധാനത്തെ ബാധിക്കാൻ അവർ സമ്മതിക്കില്ല. പറഞ്ഞു വരുന്നത്, അവരുടെ സന്തോഷം വരുന്നത് പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ്. ലൈക്കുകളിൽ നിന്നോ കമന്റുകളിൽ നിന്നോ അല്ല. തങ്ങളുടെ ജീവിതം നല്ലതാണെന്ന് തോന്നാൻ അത് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയേണ്ട ആവശ്യം അവർക്കില്ല. ഇത് അവരുടെ ആ ഒരു ആന്തരിക സുരക്ഷിതത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, അതായത് താൻ ആരാണെന്ന് വ്യക്തമായ ബോധമുള്ള ഒരാൾക്ക് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നറിയാൻ ഒരു കണ്ണാടിയുടെ ആവശ്യമില്ല, അല്ലേ? അവരുടെ വ്യക്തിത്വം ഓൺലൈൻ ലൈക്കുകളിൽ കെട്ടിയിട്ടിരിക്കുകയല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രകടനങ്ങളിൽ നിന്നെല്ലാം അവർക്ക് എളുപ്പത്തിൽ മാറി നിൽക്കാൻ കഴിയുന്നു. ഇതൊരു പ്രത്യേക തരം കോൺഫിഡൻസാണ്, മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി കാത്തുനിൽക്കാത്ത ഒന്ന്. ചുരുക്കി പറഞ്ഞാൽ, അവരുടെ വില നിശ്ചയിക്കുന്നത് ഒരു സെൽഫിക്കോ അതിന് കിട്ടുന്ന ലൈക്കുകൾക്കോ അല്ല, അവരുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ അതിലും വലുതാണ്. ശരി, അപ്പോ അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവർ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ കാണുന്നത്? അതും കൂടെ മനസ്സിലാക്കിയാൽ ചിത്രം കുറച്ചുകൂടി വ്യക്തമാകും. അവരുടെ ഈ കാഴ്ചപ്പാടിന് 2 പ്രധാന വശങ്ങളുണ്ട്. 1, അവർ ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്, വെറുതെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യില്ല. 2, സോഷ്യൽ മീഡിയ എന്നത് ഒരു മിഥ്യാലോകമാണെന്ന് അവർക്ക് നന്നായി അറിയാം. ഈ 2 കാര്യങ്ങളും ചേരുമ്പോഴാണ് അവരുടെ ഓൺലൈൻ സ്വഭാവം ഇങ്ങനെ ആവുന്നത്. അതായത് അവർ എന്ത് പറയുന്നതിനു മുൻപും ചിന്തിക്കും. ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പങ്കുവെക്കൂ. വെറുതെയുള്ള സംസാരങ്ങളെക്കാൾ അർത്ഥവത്തായ സംഭാഷണങ്ങൾക്കാണ് അവർ വില കൊടുക്കുന്നത്. അതെ, അവർക്ക് നന്നായിട്ട് അറിയാം സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ ഒരു പ്രകടനമാണെന്ന്. അവരാ പ്രകടനത്തിനപ്പുറം കാണുന്നു. ഈ ഒരു തിരിച്ചറിവാണ് അടുത്ത പോയിന്റിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഇതാണ് ആ ഡിജിറ്റൽ ലോകത്തിന്റെ ഒരു പ്രധാന പ്രശ്നം. ആളുകൾ എപ്പോഴും അവരുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളുമായി, അതായത് അവരുടെ ഹൈലൈറ്റ് റീലുമായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. ഇതെത്ര വലിയൊരു തെറ്റിദ്ധാരണയാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഈ ഒരു താരതമ്യം ചെയ്യലില്ലേ, സൈക്കോളജിയിൽ ഇതിന് സോഷ്യൽ കമ്പാരിസൺ തിയറി എന്നാണ് പറയുക. ഈ ഒരു കെണിയിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കുന്നതിലൂടെ അവർ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് അവരുടെ മാനസികാരോഗ്യത്തെയാണ്. ഇതൊരിക്കലും ഒരു കുറവല്ല, മറിച്ച് വളരെ വിവേകമുള്ളൊരു തീരുമാനമാണ്. ഇവിടെ നോക്കൂ, ഇത് ആ തിരഞ്ഞെടുപ്പിനെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വശത്ത് ഓൺലൈൻ ലോകത്തെ പ്രകടനങ്ങൾ, മറുവശത്ത് അവരുടെ മുൻഗണന, അത് മനസ്സമാധാനമാണ്. അവർ രണ്ടാമത്തേത് തിരഞ്ഞെടുക്കുന്നു. കാരണം അവർക്കറിയാം
യഥാർത്ഥ സന്തോഷം ഉള്ളിലാണെന്ന്, സ്ക്രീനിലല്ലെന്ന്. അപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നിച്ചു വെച്ച് നോക്കുമ്പോ ആ ഓൺലൈൻ ഗോസ്റ്റിനെപ്പറ്റി നമുക്ക് പുതിയ വളരെ ശക്തമായ ഒരു കാഴ്ചപ്പാട് കിട്ടുന്നില്ലേ? അതുകൊണ്ട് ഇനി അടുത്ത തവണ അങ്ങനെ ഒരാളെ കാണുമ്പോൾ അവർ നാണം കുണുങ്ങിയാണെന്നോ ബോറിംഗ് ആണെന്നോ കരുതരുത്. ഒരുപക്ഷേ അവർ നമ്മളിൽ പലരെക്കാളും യാഥാർത്ഥ്യബോധവും ആത്മബോധവുമുള്ളവരായിരിക്കാം. അവരുടെ നിശ്ശബ്ദത ഒരുപക്ഷേ ശക്തിയുടെ അടയാളമാകാം. ഇതാണ് ഒരുപക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അവർക്ക് സ്വയം അനുഭവവേദ്യമാകാൻ മറ്റുള്ളവർ കാണേണ്ട ആവശ്യമില്ല. അതായത് അവരുടെ മൂല്യം മറ്റുള്ളവരുടെ കണ്ണിലല്ല, സ്വന്തം ഉള്ളിലാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാതെ തന്നെ ആ ഒരു ബോധ്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത്, അത് തന്നെയാണ് യഥാർത്ഥ ആത്മവിശ്വാസം. അപ്പോ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എല്ലാവരും കണ്ടാലും അറിഞ്ഞാലും മതിയെന്ന് പറഞ്ഞു നടക്കുന്ന ഈ ലോകത്ത് നിങ്ങൾക്കെന്താണ് യഥാർത്ഥ ആത്മവിശ്വാസം? ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഈ ഡിജിറ്റൽ ലോകത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചേക്കും. ഈ വിശകലനം ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി.